ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ ഈവനിങ്. രണ്ടാഴ്ചത്തെ ബ്രേക്കിന് ശേഷം രണ്ടുപേരും സ്വിമ്മിംഗ് ക്ലാസ്സിലോട്ട് പോയിരിക്കുകയാണ്. സാറ്റർഡേസിൽ ഒരു 10 മിനിറ്റ് അല്ലാണ്ട് പാരൻസിന് അവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും മുകളിൽ വന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഈ കാണുന്ന വീഡിയോയിൽ റെഡ് കളർ ക്യാപ്പ് വെച്ചിരിക്കുന്നത് മൂത്ത മോളാണ്. ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. നല്ലൊരു ഗ്യാപ്പിന് ശേഷം വലിയ പുള്ളി ഇറങ്ങിയതിൽ ആമയ്ക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ ആളും കുഴപ്പമില്ലാതെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത്തവണ നല്ല ലേറ്റായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തീർന്നപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞു. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തി ഒരു ചായ കുടിക്കണം, ഇവർക്ക് കഴിക്കാൻ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും മേടിക്കണം, ഇതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ നേരെ ഇരുട്ടിയതുകൊണ്ടും നല്ല തിരക്കായിരുന്നതുകൊണ്ടും കഴക്കൂട്ടൊന്നും നിർത്താൻ തോന്നിയതേ ഇല്ല. അപ്പോൾ വരുന്ന വഴി മിനിയാൻ്റിനെയും വിനീഷേനെയും കണ്ടു. എങ്കിൽ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും കൂടാമെന്നായി. ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ചെല്ലുന്നത് പെരുമാതുറ ബീച്ചിലോട്ടാണ്. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. കടലും കായലും ലൈറ്റും നല്ല തണുപ്പും കാറ്റും എല്ലാം കൂടെ. രാത്രി ഇത്ര മനോഹരമാണെങ്കിൽ പകലത്തെ ദൃശ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ മനോഹരമായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനേ തോന്നത്തില്ല. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ്. ഒരു 7-8 വർഷം മുന്നേ രാത്രി 2 മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. 2 വീലറിലാണ് വന്നത്. ഇവിടെ മീനൊക്കെ ലേലം വിളിക്കുന്ന സ്ഥലത്ത് ചേച്ചിമാരുടെ 2-3 കടയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ വന്ന സൈഡിൽ നിന്ന് ചായ സ്നാക്സും ഒക്കെ കഴിച്ചിട്ടാണ് പോയത്. രാത്രി അന്ന് നല്ല വൈബായിരുന്നു, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. ചായ കുടിയാണ് മെയിൻ ഉദ്ദേശം ആയതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് സമയം കളഞ്ഞില്ല, നേരെ താഴോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് 2 ചേച്ചിമാരെ മീൻ കച്ചവടം നടത്തുന്നത് കണ്ടത്. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ മണി 9 ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 8 മണി ആയിട്ടുണ്ടാവും ഞങ്ങളിവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ബീച്ച് ഫുള്ളും വിജനമായിരുന്നു. ആദ്യം നേരെ പോയത് കടൽപ്പുറത്തോട്ടാണെങ്കിലും പിന്നീട് ഡൗട്ടായി, ഇത്ര ലേറ്റ് ആയിട്ട് അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നേരെ വന്ന് ചായ കുടിക്കാനായിട്ടിരുന്നു. എനിക്കൊരു ചായ കുടിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്, എന്നാവാ നമുക്ക് പോയിട്ട് വരാം എന്ന് തിരിച്ച് പറയുന്ന ഒരു വലിയ ഫാമിലി തന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. രാത്രി 8 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ചായയൊക്കെ കിട്ടി. ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്ന സന്തോഷത്തിൽ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത്. ശരിക്കും അപ്പോഴാണ് മനസ്സിലായത് കടൽപ്പുറത്ത് ഇരിക്കാത്തത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ കുട്ടികളെയും കൊണ്ട് ഓടി വരുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും. പെരുമാതുറ ബീച്ചിൽ എപ്പോൾ വന്നാലും മാതാവിൻ്റെ കുരിശടിയിൽ കയറിയിട്ടേ പോകാറുള്ളൂ. മഴ ആയതുകൊണ്ട് ഇത്തവണ അത് നടന്നിട്ടില്ല. അടുത്ത വരവിന് ഈ കുറവ് നിൽക്കത്താന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.